മാർക്കറ്റിൽ പഴങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്, ആനന്ദം തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും പറ്റും എന്ന് തെളിയിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. കൊച്ചിയിലെ ഏലൂർ വ്യവസായ മേഖല വ്യവസായ മലിനീകരണമൊക്കെ ഭയങ്കര ക്രൈസിസ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഒറ്റ വീടിൻ്റെ മുകളിൽ 60-ലേറെ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, നിരവധി പച്ചക്കറികൾ. ജാസ്മിൻ മുഹമ്മദ് കുഞ്ഞി ഇവിടുത്തെ മെമ്പറൊക്കെ ആയിരുന്നു അല്ലേ? അതെ അതെ. ബ്ലോക്കിലേക്കോ പഞ്ചായത്തിലേക്കോ? നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോ രാഷ്ട്രീയ പ്രാവശ്യം മത്സരിച്ചില്ല? ഇല്ല, മത്സരിച്ചില്ല. എങ്ങനെ ഈ പഴച്ചെടികളൊക്കെ കൊണ്ടുവന്നേ? പഴച്ചെടികളിൽ എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമാണ്. ഞങ്ങൾ വളരെ കുറച്ച് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളാണ്. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് പറിച്ച് കഴിക്കാനായിട്ട് ഒരു പഴച്ചെടി നമുക്ക് മുറ്റത്ത് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വന്നതാണ് ടെറസിൽ ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കതൊരു മോട്ടിവേഷനായി. നമുക്കത് സാധിക്കുമെന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ 1-ൽ തുടങ്ങി, 2-ൽ തുടങ്ങി, അങ്ങനെ ഇപ്പോൾ എനിക്ക് അതൊരു 10-60ഓളം പഴച്ചെടികളും അത്യാവശ്യത്തിന് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു 7 വർഷത്തിന് മേലെയായി. ആദ്യം വെച്ചത് ഒരു പേര, പിന്നെ ഒരു സപ്പോട്ട. അതാണ് ആദ്യം വെച്ചത്. അതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് സീഡ് മുളപ്പിച്ച തൈ ആയതുകൊണ്ട് കുറച്ച് അധികം സമയം എടുത്തു അതിൽ ഫലം ഉണ്ടാവാനായിട്ട്. പിന്നെയാണ് നമ്മൾ ലെയർ ചെയ്ത തൈകള്, ബഡ് ചെയ്ത തൈകള് ഒക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് വെച്ച് അതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന കണ്ടപ്പോ അങ്ങനെ പിന്നെ അങ്ങനത്തെ തൈകളായി നമ്മള്. അതെ അതെ. നമുക്കൊരത് കായ്ക്ക് അതിൽ കഴിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിലൊരു പൂവ് കാണുക അല്ലെങ്കിൽ ഒരു കായ് കാണുക, അത് മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം അത് വളരെ വലുതാണ്. അപ്പൊ ഇപ്പൊ രാവിലെ ഞാൻ എന്ത് തിരക്കിന് എവിടെ പോകാനായിട്ട് നിൽക്കുകയാണെങ്കിലും രാവിലെ ഒന്ന് കയറി ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ച് അതെന്തേ കായ്ക്കാത്ത, എന്തേ പൂക്കാത്ത എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വല്ല പുഴുവോ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് കളഞ്ഞ്, അപ്പൊ അത് നമുക്ക് വലിയൊരു എനർജിയാണ് തരുന്നത്. രാവിലെ ഇല്ല, ഞാൻ അങ്ങനെ മരുന്നുകളുടെ പ്രയോഗം ഒന്നും ചെയ്യാറില്ല. ഇത് ഈ വലിയ ഡ്രമ്മിലാണ് കൂടുതലും വെച്ചേക്കണേ അല്ലേ? ഡ്രമ്മ് ഞാൻ ഗ്രാജുവലി പോട്ട് മാറ്റി കൊടുക്കുക ചെയ്യണേ. നമ്മളിപ്പോ തൈ വാങ്ങുമ്പോൾ ചെറിയ കവറിലായിരിക്കും, അതൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റും. അപ്പൊ അതിൽ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ അവര് വേര് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിന് കുറച്ചുകൊണ്ട് വലിയ പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഞാൻ ഏറ്റവും വലിയ പാത്രത്തിലേക്കായിട്ട്. ഇപ്പോ നമുക്ക് ചാമ്പ ഉണ്ട്, പേര, പിന്നെ വിയറ്റ്നാം വള്ളി, പ്ലാവുണ്ട്, മാവുകളുണ്ട്. അതിന്റെയൊക്കെ ഓരോ വെറൈറ്റികളാണ്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അബിയു, സീതപ്പഴം, പിന്നെ നെല്ലി, കശുമാവ്, ഞാവലൊക്കെ തന്നെ 3 വെറൈറ്റി ഞാവലൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അന്ന് പറമ്പിലായിരുന്നു. അന്ന് പേരയിലൊക്കെ മുകളിൽ കയറി പറിച്ചു തിന്നിരുന്ന ആ ഒരു കുട്ടിക്കാലം ഇപ്പൊ ഇവർക്ക് കയറാൻ പറ്റില്ലെങ്കിലും താഴേന്നാണെങ്കിലും പറിച്ചു തിന്നാലോ മക്കൾക്ക്. വീടിന്റെ മുകളിൽ കയറിയാൽ തിന്നാം. അതെ അതെ. മരുന്നടിക്കലൊന്നും വേണ്ടേ? മരുന്ന് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് ഒത്തിരി വിളവ് എന്നതിലുപരി ഉള്ളത് നല്ലത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക്. കാരണം നമുക്ക് അങ്ങനെ വാങ്ങിച്ചു കഴിക്കാമെങ്കിൽ ഒത്തിരി ഫ്രൂട്ട്സുകൾ മാർക്കറ്റിൽ കിട്ടും. അപ്പൊ അത് നമുക്കറിയാം ഒരുപാട് വിഷങ്ങൾ അടിച്ചു വരുന്നതായതുകൊണ്ട് നമുക്ക് അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിലുണ്ടാവുന്നത് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ഫലം കിട്ടണം എന്നുള്ള ഒരു ചിന്തയിലാണ്. നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റില്, നല്ല വ്യത്യാസം. പച്ചക്കറികളാണെങ്കിലും നമുക്ക് കറികൾ ഉണ്ടാക്കിയാൽ വളരെ രുചികരമായിട്ടുള്ള വിഭവമായിട്ട് കിട്ടും. ഈ ചാമ്പ ഇപ്പൊ ഒരു 4 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അത് ഞാൻ നട്ട് 1 വർഷം കഴിഞ്ഞപ്പോ മുതൽ കായ് ഫലം തരുന്നുണ്ട്. അത് ഇത്ര ഒന്നല്ല, നിറയെ കായ ഉണ്ടാവും. ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മുകളിലേക്കൊക്കെ പൂക്കൾ വരും, നിറച്ച് കായാവും. ഇത് വയ്ക്കുമ്പോഴേ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അതിൽ കുമ്മായി ഇട്ട് ഒരാഴ്ച മാറ്റി വെക്കണം. അതിനകത്താണ് നമ്മൾ മണ്ണിൽ ചാണകപ്പൊടി, ചകിരിച്ചോറ്, പിന്നെ നമുക്ക് വളങ്ങൾ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ കിച്ചൺ കമ്പോസ്റ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എൻ്റെ കിച്ചൺ വേസ്റ്റ് നമുക്ക് അതും ഒരു പ്രശ്നമാണ്, സ്ഥലപരിമിതി, വേസ്റ്റ് കളയാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കിച്ചൺ വേസ്റ്റ് മുഴുവൻ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ്. അപ്പോൾ ആ കമ്പോസ്റ്റ് മുഴുവൻ ഇതിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ ഗ്രാജുവലി മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെറിയ പോട്ടായിരിക്കും, അപ്പൊ അതിൽ നമ്മളത് ഫില്ല് ചെയ്ത് നടും. അത് കഴിഞ്ഞ് ഒരു വലുതായി കഴിയുമ്പോൾ അങ്ങനെ മണ്ണ് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് വേറെ പോട്ടുകളിലേക്ക്. അങ്ങനെ പ്രശ്നം വരില്ല? ഇല്ല, വേര് പൊട്ടില്ല. അത് നമുക്ക് എടുക്കുമ്പോൾ മൊത്തം
ആ മണ്ണെപ്പടി ഇങ്ങ് പോരും. ഈ പ്ലാന്റ് എന്താണെന്നറിയോ, ഇത് നമ്മള് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ ഒരുപാട് പറിച്ചു തന്നിട്ടുള്ള ഒരു സാധനമാണ്. കൊട്ടങ്ങ എന്ന് പറയും, ഞൊട്ടാഞ്ഞൊടി എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഇതിന്റെ പേര് ഗോൾഡൻ ബെറി എന്നാണ്. അപ്പൊ ആള് ഭയങ്കര എന്താ പറയാ ഹൈ ഇതിലേക്ക് വന്നു. ഇതിന്റെ ഫ്രൂട്ടിന് ഭയങ്കര ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് തന്നെ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വിലയായി ഫ്രൂട്ടിന്. കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ടാണ്, അത് 1 കിലോ ഒക്കെ ആവണമെങ്കിൽ ഒരുപാട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര വിലയാണ് ഇപ്പൊ ഈ ഫ്രൂട്ടിന്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കർഷക ഗ്രൂപ്പിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കണ്ടപ്പോ പതിയെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് നട്ടതാണ്. അതെ, പറമ്പിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. നമ്മള് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ കഴിച്ചു കൂട്ടിയേക്കണ ഒരു അപ്പൊ ആരോഗ്യ ഗുണങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ അതെ. ഇത് ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ് വാഴയാണ്. ഇപ്പൊ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ്. അപ്പൊ ഞാൻ ഇലയുടെ ഉപയോഗത്തിന് വേണ്ടി നട്ടതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരെണ്ണത്തില് ഒരു വാഴക്കൊല ഉണ്ടായി. ചെറിയ കൊലയാണെങ്കിലും ഒരു വാഴക്കൊല ഉണ്ടായി. ഇപ്പൊ അത് അടുത്തതില് കൊല വരുന്നുണ്ട്. അപ്പൊ ഇലക്ക് എന്ന് പറഞ്ഞ് നിർത്തിയത് ഇപ്പോ പഴം കഴിക്കുന്ന ആ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. എന്തായാലും ചെറിയ പോട്ടിൽ നിന്ന് അവരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കിട്ടുന്നത് തന്നെ വലിയ ലാഭം. ജാസ്മിൻ ഇതൊക്കെ വച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോവും. നിങ്ങള് കഷ്ടപ്പാടായി എന്നാണ് ജാസ്മിൻ പറയുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞാനാണ്. കാരണം ശനിയും ഞായറും എനിക്ക് അവധിയാണ്. അപ്പൊ ആ സമയത്ത് ആളെല്ലാം ഇങ്ങനെ നോക്കി വെക്കും എന്തൊക്കെ ചെയ്യാനുള്ളത്, മണ്ണ് നിറക്കുക, അതെല്ലാം എന്റെ ജോലിയാണ്. അതുകൊണ്ട് ബോഡി ഷെയറായില്ലേ? തീർച്ചയായിട്ടും ഒരു അതിനുവേണ്ടി ചെയ്യണേ. അതെ, അല്ല ആൾക്കും എന്തെങ്കിലും ടെൻഷൻ തോന്നിയാ അപ്പം മോളിൽ കയറുക, ഇതൊക്കെ ഒന്ന് പുല്ല് പറിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചു നടുക. അപ്പൊ ഇറങ്ങി കഴിയുമ്പോ ആള് ഫ്രഷ് ആയി. അതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ശനിയും ഞായറും എനിക്കെന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്റെ മാനസികമായിട്ട് ഭയങ്കര സന്തോഷം വരുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ ഞാനാണ് കൂടുതലും കമ്പോസ്റ്റിന്റെ ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കുന്നത്. കാരണം റെഡി ആയി കഴിയുമ്പോ ഞാൻ തന്നെ കൊണ്ടുവന്ന് പോട്ടിനകത്തിട്ട് കമ്പോസ്റ്റ് ആക്കി അത് ആയി കഴിയുമ്പോ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നതിന്. അപ്പൊ അതിനുള്ള സപ്പോർട്ട്, മുഴുവൻ സപ്പോർട്ടും ഇയാളുണ്ട്. കാരണം എവിടെ ചെന്നാലും ഏത് നഴ്സറി ചെന്നാലും എന്നോട് പറയും അത് മേടിക്കും, അത് മേടിക്കും, അത് മേടിക്കണം. അപ്പൊ അങ്ങനെ മേടിച്ചാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം കൂടി ഇപ്പൊ അതൊരു നല്ലൊരു ഇതുപോലെ എനിക്കും കാണുമ്പോ സന്തോഷമുണ്ട്. നനയ്ക്കലൊക്കെ എങ്ങനെയാ? രാവിലെ എല്ലാ ദിവസവും രാവിലെ നനക്കും. ഞാനുള്ള സമയത്ത് വൈകിട്ടാണ് നനക്കാറ്. അപ്പൊ വൈകിട്ട് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെറസിന് ഒരു തണുപ്പും കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ രാത്രി ചൂട് കുറവായിരിക്കും. അപ്പൊ ഞാൻ വൈഫിന്റെ അടുത്തും പ്രത്യേകം പറയുന്ന കാര്യം വൈകിട്ട് നനക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ വൈകിട്ട് പ്രോഗ്രാംസുകൾ വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടൈം രാവിലെയാണ് എനിക്ക് സൗകര്യം. അപ്പൊ ഞാനുള്ളത് നനക്കുന്ന ദിവസം രാവിലെയാണ് നനക്കുന്നത്. ഞാൻ ഇപ്പൊ വൈകിട്ട് അതുപോലെ നനച്ച് ഇത് ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ ഒരാള് രാവിലെ മറ്റേ വൈകിട്ട് നനക്കുന്നുണ്ടപ്പോ അല്ല, ഒരു ദിവസം 2 നേരം നനക്കില്ല. ചില ദിവസങ്ങൾ 2 നേരം നനക്കേണ്ടതായിട്ട് വരും. ചൂട് കൂടുന്തോറും ചിലപ്പോ നമുക്ക് 2 നേരമൊക്കെ നനക്കേണ്ടി വരും. ചക്ക, മാങ്ങ, ചാമ്പക്ക, പേരക്ക അതിന്റെയൊക്കെ സീസൺ ആണ്. പക്ഷെ എന്നാൽ ഡ്രാഗൺ, സ്ട്രോബെറി അതൊക്കെ സീസൺ കഴിഞ്ഞു. തണുപ്പ് സമയത്തൊക്കെയാണ്. ഇപ്പൊ റംബൂട്ടാൻ അത് കായ്ക്കുന്ന സീസൺ ആണ്. ഇതാണ് എന്റെ ചാമ്പയുടെ വെറൈറ്റികള്. ഒരു 8 വെറൈറ്റി ചാമ്പ ഉണ്ട് ഇവിടെ. അതിൽ തായ്ലൻഡിന്റെ തന്നെ 2-3 വെറൈറ്റികളുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ചാമ്പ മുതൽ ഒരു 8 വെറൈറ്റികളും. അതിലിപ്പോൾ ഇത് കായ്കളായി നിൽക്കുകയാണ്. ചാമ്പയൊക്കെ ഇപ്പോൾ കായ്ക്കുന്ന സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് കായ്കൾ വന്നു തുടങ്ങി, പൂക്കളും കായ്കളും ഒക്കെ. ഇത് നമ്മുടെ പുതിയ ചാമ്പയിൽ പൂവിട്ടിട്ടു. അതെ, ഇത് ഫസ്റ്റ് ടൈം കായ്ച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ ചാമ്പ നമുക്ക് ഈ പോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ടേ? അതായത് ഇതിന്റെ പോട്ട് ചെറുതായി തുടങ്ങി. ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡ് ഗ്രീൻ ചാമ്പയാണ്. ഇതിൽ നല്ല സൈസാവും ചാമ്പക്ക, വലിയ ചാമ്പക്ക ഉണ്ടാവുക. അതിൻ്റെ തന്നെ അത് കുറച്ച് നീളൻ ടൈപ്പാണ്. അതിൻ്റെ കുറച്ച് ഉരുണ്ട ടൈപ്പാണിത്. തായ്ലൻഡ് തന്നെ വെറൈറ്റിയാണ്. അതിൽ കുറച്ച് ഉരുണ്ട ടൈപ്പിലാണ് വരിക. പിന്നെ തായ്ലൻഡ് റെഡാണത്. അതിലിപ്പോൾ കായ് വരുന്നേ ഉള്ളൂ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല റെഡ് കളറിൽ വളരെ നീളത്തിലുണ്ടാവുന്ന ചാമ്പക്കയാണ്. അത് നല്ല വലിയ ചാമ്പക്കയായിരിക്കും. പിന്നെ ഇപ്പുറം ഒരു ആപ്പിൾ ചാമ്പ, അതും പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അതിലും ശരിക്കും ആപ്പിളിൻ്റെ ഷേപ്പിലാണ് ആ ചാമ്പക്ക. ആപ്പിളിൻ്റെ കളറും ഷേപ്പും ഒക്കെ ആപ്പിളിൻ്റെ ഒരു മോഡലാണ്. പിന്നെ അത് അറിയാം, ഒരു പിങ്ക് കളർ പൂ മുറ്റം നിറയെ വീണെടുക്കുന്ന ഒരു ചാമ്പ കണ്ടിട്ടില്ലേ പല വീടുകളിലും? ആ ചാമ്പേൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പക്ഷെ അത് കായ്ച്ചിട്ടില്ല ഇതുവരെ, പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇത്രയധികം ചാമ്പക്കേണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ? ചാമ്പക്ക പിള്ളേര് തന്നെ കഴിക്കും, ഞാനും കഴിക്കും, ഞങ്ങൾ മൊത്തം കഴിക്കും. ഇഷ്ടമാണ്. അപ്പൊ നമ്മളിപ്പൊ ഞാൻ നനക്കാൻ കയറുമ്പോ ഫസ്റ്റ് ചെയ്യാ ഒരെണ്ണം പറിക്കുക, അത് കടിച്ചു പിടിച്ചോണ്ടായിരിക്കും നനക്കുക. അങ്ങനെ അതെ, അതൊരു സുഖമാണ്.
അതെ. ഇതെന്ത് ഇത് സീതപ്പഴം. അത് കുറച്ച് നാളായ പ്ലാന്റ്. ഇപ്പൊ ഇതൊരു 7 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടൈം കഴിഞ്ഞു. കാരണം ഇവര് പോട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ആയുസ് കുറവാ. നമ്മള് മണ്ണിൽ നടുന്ന പോലെ അത്ര വർഷങ്ങൾ ഇവര് നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഒരുവിധം ഇനിയിപ്പോ കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ കുറച്ച് ആൾ കൂടി ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കും. ഇത് അബിയു ആണ്. അബിയുവിന്റെ വലിയ പ്ലാന്റ് ഒരെണ്ണം അപ്പുറത്തുണ്ട്. അപ്പൊ ഇത് അതിൽ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങി. ഇത് ആവുന്നേ ഉള്ളൂ. ഇത് എത്ര കാലായി? ഇതിപ്പോ ഞാന് അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്റെ ബർത്ത്ഡേ ഡേറ്റുകളിൽ ഞാനൊരു തൈ വെക്കാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് വെച്ച തൈയാണിത്. ഏതാ ദിവസം? ഡിസംബർ 17 ബർത്ത്ഡേ. അപ്പൊ എല്ലാ ബർത്ത്ഡേക്കും ഒരു മരത്തൈ നടാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വെക്കാൻ വേണ്ടി പുള്ളി വാങ്ങിച്ചിട്ട് വന്നത് ഇടപ്പള്ളി ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് വെച്ചതാ. അത് തായ്ലൻഡ് മധുര. ഇത് നന്നായി മധുരം വെക്കും. ഇത് നല്ല മധുരം ഉണ്ടാവും. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. പിന്നെ സപ്പോട്ട ഒരു 3-4 എണ്ണം ഉണ്ട്. അതിലിപ്പോ 3 എണ്ണം ഇപ്പൊ ഇതിലൊക്കെ പൂ വരുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ഫുള്ള് നിറച്ച് കായ്ക്കും. അതിൽ നിറയെ കായ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറെ എടുത്തതിന് ശേഷം കുറച്ചേ ഉള്ളൂ അതില്. വെറിഗേറ്റഡ് പേര. അതും ഒരു ചെറിയ പോട്ടിൽ നിന്ന് അത് ഒരു വളർച്ച നിൽക്കായിരുന്നു. ഇപ്പൊ ഞാൻ വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ആയി വരണം ഇനി അതൊന്ന്. അപ്പൊ അതിലും ഫസ്റ്റ് ടൈം കാഴ്ചയാണ്. പേരക്കയും ഇങ്ങനെ ഒരു 2 ഷെയ്ഡിലാണ് വരിക. മിറാക്കിൾ ഫ്രൂട്ട് അതും ഈ പറഞ്ഞ പോലെ കൊച്ചു പോട്ടിൽ നിൽക്കായിരുന്നു. അപ്പൊ അതിപ്പോ വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അത്ര വലിയ പ്ലാന്റ് ആവില്ല. ഒരു ബുഷിയായിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ പ്രത്യേകത വെച്ചാല് ഇത് കഴിച്ചിട്ട് പഴുത്ത ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മള് നല്ല മധുരമായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ ചാമ്പക്ക വളർന്ന് വരുമ്പോ തുടങ്ങി ഇവര് കൊത്തിക്കളയലാണ്. അപ്പൊ ഞാനത് തന്നെ കവറിട്ട് മൂടിയിട്ടൊക്കെയാണ് വലുതാക്കി എടുക്കുന്നത്. അപ്പൊ നിറച്ച് കുഞ്ഞു കുഞ്ഞു കിളികളാണ്. രാവിലെ ഞാൻ നനക്കാൻ വരുമ്പോ ഇങ്ങനെ ഫുൾ കിളികളായിരിക്കും. അപ്പൊ ഒരാൾ അതിൽ കൂട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മുട്ട ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയില്ല. നോക്കിക്കഴിഞ്ഞാൽ അവര് പേടിച്ചാലോ എന്ന് കരുതിയിട്ട് ഞാൻ എത്തി നോക്കിയിട്ടില്ല. പക്ഷെ കിളി വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ മുട്ട ഉണ്ടാവും. കൂടുതൽ വരാറുണ്ട്. ഇതാണ് ബനാന സപ്പോട്ട? അല്ല, അതാണ് ബനാന സപ്പോട്ട. ആ ചെറുത്. അതിൽ ഒറ്റ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. അത് കുറച്ച് ഇങ്ങനെ നീളൻ വെറൈറ്റിയാണ്. കുറച്ച് വലിയ സപ്പോട്ടയാണത്. ടേസ്റ്റിയാണ്. പിന്നെ സപ്പോട്ടക്ക് പൊതുവേ അറിയാലോ നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. അതാണ്, നല്ല മധുരമാണ് അതിനൊക്കെ. ഇത് നമുക്ക് ചീര. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീര ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ ഇതിനൊരു ചവർപ്പുള്ളതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. മെക്സിക്കൻ ചീര. അതെ. ഉപയോഗിക്കാറുണ്ടോ? ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്ലാവ് വിയറ്റ്നാം മേളിയാണ്. ഇതിപ്പോ ഒരു 5 വർഷം ആവാറായിട്ടുണ്ട് ഈ പ്ലാന്റ്. ഇതിൽ നമുക്കൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് ചക്ക ഉണ്ടാവുന്നുണ്ട്. അതിൽ 1-2 എണ്ണൊക്കെ ആയിട്ടുണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നാളായിട്ട് കായ്ക്കാതെ നിൽക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭീഷണിപ്പെടുത്തലൊക്കെ അവരോട് വന്നു ഞാൻ വെട്ടിക്കളയും കായ്ച്ചില്ലെങ്കിൽ എന്നൊക്കെ ഒരു പലവട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പതാ നിറച്ച് കായ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. അത് തന്നെയാണ് എന്റെ വിശ്വാസം. പേടിപ്പിച്ചിട്ടാണ്. അതെ. പിന്നെ ഇത് റംബൂട്ടാനാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നിറയെ പൂവിട്ടതാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം കായ് പിടിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇതാ പൂവിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ പ്രാവശ്യം കായ് ഉണ്ടാവും എന്ന് വിചാരിക്കും. റെഡ് വെറൈറ്റി തന്നെയാണ്. പിന്നെ അത് മുഴുവൻ സ്ട്രോബെറി പ്ലാന്റുകളാണ് വെച്ചിരിക്കുന്നത്. അതെ. ഇത് നമുക്ക് സീസണിൽ നല്ലോണം കായ് ഉണ്ടാവാറുണ്ട്. നമുക്ക് നല്ല തണുപ്പ് വരുന്ന സമയത്തെ അപ്പോഴാ ഫ്രൂട്ട് വലുതായും കിട്ടുള്ളൂ, നന്നായി കായ്ക്കുകയും ചെയ്യുള്ളൂ. ഇപ്പോഴും ഓരോന്നൊക്കെ അതിലുണ്ടെങ്കിലും ചെറിയ ഫ്രൂട്ടുകളായിരിക്കും. അത് മാവ് ഇപ്പോ നിലവിൽ 4 വെറൈറ്റി ഉണ്ട്. ഇത് ഓൾ സീസൺ മാവാണ്. ഇതില് മിക്കവാറും സമയങ്ങളിൽ പൂക്കുലകൾ വരും, മാങ്ങ ഉണ്ടാവും. പിന്നെ അത് ബങ്കരപ്പള്ളിയാണ്. അത് സീസൺ സമയത്ത് മാത്രമേ കായ ഉണ്ടാവുള്ളൂ. ഇതാണ് ചന്ദ്രക്കാരൻ മാങ്ങയാണ്. അതും സീസൺ സമയത്തേ ഉണ്ടാവുള്ളൂ. ഇത് ഓൾ സീസൺ മാവാ. പിന്നെ ഇത് നാരകത്തിന്റെ വെറൈറ്റികളാണ്. സീഡ്ലെസ് ഉണ്ട്, സാധാ ലെമൺ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് തനിയെ മുളച്ചു വന്ന ഒരു തൈയാണ്. അപ്പൊ അതിലെന്താന്ന് അറിയാൻ വയ്യാത്തോണ്ട് അങ്ങനെ നിർത്തിയേക്കാണ്. കായ്ക്കുമ്പോഴേ അറിയാൻ പറ്റില്ല. ഇതിലൊക്കെ നിറയെ നാരങ്ങ ഉണ്ടായത്. ഇപ്പൊ എടുത്തതാ. സീഡ്ലെസ് ഒക്കെ നിറച്ച് നാരങ്ങ ഉണ്ടായതാ. ഇത് കൂടാണ്ടാണ് പച്ചക്കറികൾ ഉണ്ടായിരുന്നത്. അതെ, പച്ചക്കറികൾ ഇപ്പോ സീസൺ. പച്ചക്കറികൾ വെച്ചാല് നമ്മള് ഇപ്പൊ ഈ ഹൈബ്രിഡ് തൈകൾ വാങ്ങി വെക്കുന്നതുകൊണ്ട് ഒറ്റ പ്രാവശ്യമേ കായ്ക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീപ്ലാന്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കായ്ക്കൽ കഴിഞ്ഞ് മൊത്തം പോയി നിൽക്കാണ്. ഇനിയിപ്പോ അത് റീപ്ലാന്റ് ചെയ്യണം. എന്തൊക്കെയുണ്ടായിരുന്നു ഇവിടെ? തക്കാളി, വഴുതന, വെണ്ട, പച്ചമുളക്,
പടവലം, പീച്ചിങ്ങ, ക്യാബേജ്, അത് സീസണബിൾ ആയിട്ട് ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് വരെ ഞാൻ നട്ടിട്ട് താഴെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മള് ഊട്ടിയിലൊക്കെ ഉണ്ടാവുന്ന അത്ര വലിപ്പം ഉണ്ടാവില്ലെങ്കിലും നമുക്ക് ഒരു കാണാൻ കൗതുകത്തിന് അത്രയുള്ള ക്യാരറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മലബാർ ചീര എന്നാ പറയാ. ഇതിന്റെ ഇല ഒരു തരം എന്താ ഒരു വഴുവഴുപ്പുള്ള ഒരു ചീര. നമുക്ക് കറി വെക്കാനും നല്ലതാണ്. ഇതിന്റെ ഇല ബജ്ജിയായിട്ട് ആക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് മധുര തുളസി, സ്റ്റീവിയ, പിന്നെ മിന്റ്, പിന്നെ അത് ബുഷ് പെപ്പർ, പിന്നെ നമുക്കിത് രമ്പയില എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയാണ്. അത് മൊത്തം ഒരു സ്പൈസസ് ഏരിയക്ക് മാറ്റിയേക്കാണ്. അതെ അതെ. ഇതും ഒരു മല്ലിയിലാണ്. നമ്മൾ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞിട്ട് മല്ലി, അതും ഇത്തിരി ഇപ്പൊ എന്തോ ചീഞ്ഞ് നിൽക്കുക. അതിന് പക്ഷെ അടിയിൽ നിന്ന് കിളുത്ത് വരും. പിന്നെ ഇതിപ്പോ ശംഖുപുഷ്പം, നമുക്കറിയാലോ ശംഖുപുഷ്പത്തിന് ഒരുപാട് ആയുർവേദ ഇതുകൾ പറയുന്ന ഒരു ഫ്ലവർ ആണ്. അപ്പൊ ഞാനത് ഉണക്കി സൂക്ഷിക്കാറുണ്ട്. സൗന്ദര്യ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഇതൊക്കെ ഇങ്ങനെ കേടുവരുന്നത് ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇത് തക്കാളിയുടെ പ്ലാന്റിന്റെ കാലാവധി കഴിഞ്ഞതാ. ഇതിൽ നിറയെ ഉണ്ടായതാ. തക്കാളി നമുക്ക് നിറച്ചുണ്ടായി. ഇത് തന്നെയല്ല കുറെ ഉണ്ടായിരുന്നു തക്കാളി പ്ലാന്റുകൾ. തക്കാളിയിലുണ്ട് ഇതുപോലെ ഫംഗസ് ആണ്. അതിന് നമുക്ക് കെമിക്കൽ മരുന്നുകൾ അടിച്ചാൽ മാറും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി വിളവ് എന്നതിനുപരി ഉള്ളത് നല്ലത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ പൊടിപ്പുകൾ ഉണ്ടാക്കലാണ് പതിവ്. പക്ഷെ ഇതിപ്പോ നമുക്ക് തൈ പോയി, അതുകൊണ്ടാണ് അതിനെ നമ്മൾ വിട്ട് കളഞ്ഞത്. ചീരയിലും ഇതുപോലെ ചീര ഇത് അത് ആ മുളകിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെന്ന് തോന്നുന്നു, അതിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ എല്ലാം നല്ല ചീരകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്പൈസസ് ഗാർഡൻ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഹെർബൽ ഗാർഡൻ ഉണ്ട്. ഹെർബൽ ഗാർഡൻ അതിൽ അലോവേര ഉണ്ട്. ഇത് തിപ്പല്ലി, ഒരു ആയുർവേദ മെഡിസിൻ ആണ്. പിന്നെ ഇത് ഇവിടെ ആകെ ഇതായി നിൽക്കാണ്. പിന്നെ പനിക്കൂർക്ക, ആടലോടകം, തുളസി, അങ്ങനെ നമുക്ക് ഒരു ചുമയോ പനിയോ വന്നാൽ അത്യാവശ്യം അതെ പിടിച്ചു നിൽക്കാനുള്ള സാധനങ്ങളുണ്ട്. ചീരച്ചേമ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതെ അതെ. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണിത്. എനിക്ക് തോന്നുന്നു ചീരയിൽ തന്നെ ഏറ്റവും ഇതായിട്ടുള്ള ചീരയാണെന്നാ പറയണ. ഗുണങ്ങൾ കൂടുതൽ. അത് ചേമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിയിലത്തെ ആ ഒരു കിഴങ്ങാണല്ലോ ചേമ്പ് എന്ന് ഉദ്ദേശിച്ച്. ഇതിന് അടിയിൽ അങ്ങനെ കിഴങ്ങ് ഉണ്ടാവില്ല. ഇതിന് ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇലയാണ് ഇതിന്റെ ഉപയോഗം. അത് ചീര പോലെ നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാം. നമ്മൾക്ക് അത്യാവശ്യമുള്ള കൃഷി നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ചെറിയ സ്ഥലമാണെങ്കിലും നമ്മളത് ഒരു 2 തക്കാളിയുടെ തൈയാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കത് പറിച്ചെടുക്കാനുള്ള ഒരു ഇത് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സന്തോഷമാണ് നമുക്ക്. അതാണ് ശരിക്കും കൃഷി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ആദ്യത്തെ കാര്യം സ്ഥലപരിമിതിയാണ്. പിന്നെ സമയക്കുറവ്. ഇത് രണ്ടും നമുക്ക് ഇതാക്കി പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊച്ചു ടെറസ് മതി. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ അത് തെളിയിച്ച ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ മുറ്റത്ത് പറമ്പിൽ തന്നെ വെച്ചുണ്ടാക്കണം എന്നില്ല. അതുപോലെ സമയം എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ടെത്തിയാൽ കിട്ടുന്ന അത് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ട്, എന്നാൽ ഒരുപാട് കിട്ടുന്നവരും ഉണ്ട്. അപ്പൊ നമുക്കൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ ഒരു 1/2 മണിക്കൂർ നമുക്ക് കൃഷിക്ക് ഒരു ദിവസം മാറ്റി വെക്കാൻ സാധിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളോ പഴങ്ങളോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളമൊക്കെ അവിടെ ഉണ്ടാക്കണ്ടല്ലേ? അതെ, നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ്. ഓക്കെ, പറഞ്ഞു. പോളി ഹൗസ് അല്ല, നമ്മൾ കഴിഞ്ഞ 2018 പ്രളയത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ബാധിച്ച ഒരു വീടാണിത്. വെള്ളം കയറി. നമ്മുടെ സൺസൈഡ് പൊക്കത്തില് വെള്ളം കയറിയ വീടാണ്. അപ്പൊ അത് നമുക്ക് ആ സമയത്ത് സാധനങ്ങൾ മുകളിലേക്ക് കയറ്റി വെക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത്രയും വെള്ളം വരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക ഷെൽട്ടറാണിത്. അതെ, അപ്പൊ നമുക്ക് ഇതുപോലെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സ്ഥലമായി മാറിയത്. അവിടെയാണ് കമ്പോസ്റ്റ് ബിന്നിരിക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് മുഴുവനും ഇതിൽ ഞാൻ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയാണ്. കാരണം ഇതിപ്പോ നമുക്ക് നഗരസഭ തന്നിട്ടുള്ള പോട്ടുകളാണ്. അപ്പൊ അതില് നമ്മള് വേസ്റ്റ്, കിച്ചൺ വേസ്റ്റ് വെള്ളം അധികം ഇല്ലാതെ ഇതിനകത്തോട്ട് ഇടുക. പിന്നെ അതിന്റെ കൂടെ നമുക്കൊരു ഇനോക്കുലം ചേർത്ത ഒരു ചകിരിച്ചോറ് തരുന്നുണ്ട്. അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതൊരു 1 മാസം 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ അത് വളമായി മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു 3 മാസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പൊടിഞ്ഞ് നല്ല വളമായി കിട്ടും. പിന്നെ നമ്മൾ അത്രയും ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. അങ്ങനെ എടുത്ത്
പ്ലാന്റുകൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അതാണ് നമ്മൾ എടുക്കണേ. എടുക്കണം. പിന്നെ ചാണകപ്പൊടി, അതാണ് മെയിൻ ആയിട്ട് വളം കൊടുക്കുന്നത്. പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇല്ല, നമുക്ക് ഒരുപാട് വീടുകളിൽ പശുവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നോക്കി വെക്കും. അതെ. അല്ല, അത് ഫ്രീ ആയിട്ടില്ല, നമ്മള് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. വാങ്ങിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഈ 2 വളമാണ് മെയിൻ ആയിട്ട്. ഞാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ നമ്മള് പോണേന് എവിടെയൊക്കെ തൊഴുത്തുണ്ട് അതൊക്കെ നോക്കാറുണ്ട്. പിന്നെ അവിടെ ചോദിച്ചാൽ മതിയല്ലോ. അതെ. അതിനായിട്ട് പ്രത്യേക അന്വേഷണം വേണ്ട. പിന്നെ നമുക്ക് ഗ്രൂപ്പുകളിലുണ്ട് പശു ഉള്ളവരും. അപ്പൊ നമ്മളിങ്ങനെ പറയും ഇത്ര ചാക്ക് വേണം എന്ന് പറയുമ്പോൾ അവരവിടെ റെഡിയാക്കി വെച്ചേക്കും, നമ്മൾ എടുത്തിട്ട് വരും. ജാസ്മിനെ, ഞാനൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ കേട്ടിരുന്നത് ഇവിടെ ഭയങ്കര ഏലൂര് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വ്യവസായ മലിനീകരണമൊക്കെ ഉള്ള സ്ഥലമാണ്. അതൊക്കെ ഉണ്ടല്ലേ? പണ്ടല്ല, ഇപ്പോഴാണ് അത് കൂടിയിരിക്കുന്നത്. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ശരിയായ രീതിയിലുള്ള മലിനീകരണ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും ശല്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ദിവസങ്ങൾ ചെല്ലുന്തോറും ഓരോരോ ചെറിയ ചെറിയ കമ്പനികൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പൊ അതിൻ്റെതായ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരുപാട് സമരങ്ങളിലും ഒക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പൊല്യൂഷനെതിരെ. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ എന്തായിരുന്നാലും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയെങ്കിലും ഒക്കെ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുന്നു, വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിനുള്ള ഒരു സമരത്തിന്റെ മാർഗം കൂടിയാണ്. അതെ, ശരിക്കും ഒരു സമരമുറയായിട്ട് തന്നെ ഇതിനെ ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങനെ ഏലൂർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കർഷകർ ഇപ്പൊ നമുക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യം നമുക്ക് പേലൂരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഈ വിഷം കഴിക്കുന്നതിനേക്കാൾ ഒരു തൈയെങ്കിലും നട്ട് ഉണ്ടാക്കുക, തന്റെ മക്കൾക്ക് ഒരു നേരമെങ്കിലും വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക എന്നുള്ള ചിന്തയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, ടേസ്റ്റില് മെയിനായിട്ട് അത് തന്നെ ടേസ്റ്റ്. ഇപ്പൊ നമുക്ക് ഒരു വഴുതന, ഒരു വെണ്ടയ്ക്ക ഇട്ടൊരു സാമ്പാർ ഉണ്ടാക്കിയാലും ആ സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. നമ്മൾ വാങ്ങുന്ന പച്ചക്കറി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് ആളുകൾ മാറി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലമില്ലാത്ത ഒരു ടെറസിൽ പോലും കൃഷിയില്ലാത്ത ടെറസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഇതായി അങ്ങനെയും കൂടി മാറുകയാണ്. അതെ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് എനിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, കൃഷിഭവന്റെ അവാർഡൊക്കെ കിട്ടി. പക്ഷെ ഇപ്പൊ അവാർഡിന് ഒത്തിരി പേരാണ്. ഇപ്പൊ ആർക്ക് കൊടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അതെ, മത്സരമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നല്ല മത്സരം വന്നുകൊണ്ടിരിക്കുകയാണ്. കറിവേപ്പിന്റെ ഒക്കെ ഈ മണം, ഈ മണത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ജൈവ കൃഷി നമ്മൾ വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.